ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക മുട്ട ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എപ്പോഴും ചോറ് അധികം വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക, അതില്ലെങ്കിൽ അതിൻ്റെ പകരം നമ്മളാണെങ്കിൽ എക്സ്ട്രാ ചോറ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുറച്ച് ബസ്മതി റൈസ് ആദ്യം തന്നെ കുക്ക് ചെയ്ത് ഞാൻ വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇത് ലഞ്ച് ബോക്സിനാണെങ്കിലും ടിഫിനാണെങ്കിൽ നമുക്കത് കൊടുത്തു വിടാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ്. അത് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, 1 പോട്ട് മേലത്. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും അധികമാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. മക്കൾ എത്ര എരിവ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം മുളക് ഇട്ട് കൊടുക്കാൻ. ഒരു 5-6 മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സോത്തേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. ഞാൻ ചോറ് വേവിച്ചപ്പോൾ അത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ അധികം ഉപ്പ് ഇടുന്നില്ല. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് അടച്ചൊന്ന് തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നമ്മളെന്നും റൂട്ടീന് യൂസ് ചെയ്യുന്നതിനെ ആഡ് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മസാലയ്ക്ക് ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റത്തേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് അകത്ത് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വെന്ത് വന്ന് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കകത്ത് 4 മുട്ട പൊട്ടിച്ചകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 4 ഞാൻ എടുത്തേക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ ഞാൻ 2 കപ്പിൻ്റെ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് നമുക്കൊരു ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് മുട്ടയൊക്കെ വെന്ത് ചിക്കി തോത്ത് നന്നായിട്ട് പാകത്തെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്ന് അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും അടിക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി തൊത്തി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയി വരട്ടെ. അതിന് ശേഷം ഞാനാണെങ്കിൽ ചോറ് വേവിച്ച് വെച്ചേക്ക് അതും കൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇങ്ങനെ റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോലെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ചോറൊക്കെ വേവിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് ഒരു 15 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കട്ടകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കഴിഞ്ഞാൽ നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു മുട്ട ബുൾസൈ ഉണ്ടാക്കി അതും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. നല്ല സിമ്പിളല്ലേ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന. ഇതിന് ബാസ്മതി റൈസ് വേവിച്ചതിന് വേണമെന്നില്ല. നമ്മൾ നോർമൽ എന്നും കഴിക്കുന്ന റൈസ് ആണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.